ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷി രീതികളും അതുപോലെ കുറേ അധികം ഫാമേഴ്സിൻ്റെ കൃഷിക്കാരുടെ കൃഷിത്തോട്ടങ്ങൾ, അവരുടെ കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ നമ്മുടെ യാത്രകൾ, അത് മെയിനായിട്ട് ഈ ഫാമേഴ്സിനെ തിരഞ്ഞിട്ടുള്ള യാത്രകളാണ്, ഫാമിംഗ് ഏരിയകൾ തിരഞ്ഞിട്ടുള്ള യാത്രകളാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, സാധനങ്ങൾ, ഭക്ഷണം, ഇതൊക്കെ ഒന്ന് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ കുറേ കൃഷി ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ജൈവ കൃഷി തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയോളജിയും കൂടി ഇതിലൂടെ നമ്മൾ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ, കൃഷി രീതികൾ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മളിതിൽ ഇവിടെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് എല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത സ്ഥലമാണ്. അതിലെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറേ കാലമായിട്ട് നമ്മളെ കൈ കിടന്ന സ്ഥലമായിരുന്നു. അത് കുറച്ച് പാടമുണ്ട്, കുറച്ച് കരഭാഗമുണ്ട്, പിന്നെ അവിടെ ഒരു ചെറിയ കുളം പോലുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് കാലത്തും കൃഷി ചെയ്യാൻ പറ്റും. പക്ഷേ മഴക്കാലത്ത് കുറച്ച് വെള്ളം വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ മഴക്കാലത്ത് കൂടുതലായിട്ട് ഈ പച്ചക്കറിയിൽ പോകാറില്ല. പിന്നെ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കിഴങ്ങ് അല്ലെങ്കിൽ തെങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഇതിന് കുറച്ച് മുന്നേയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് എന്താ ജൈവ കൃഷിയിലൂടെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ജൈവ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ എന്താ പറയുക ചെറിയ ഫലങ്ങൾ ഇതായിരിക്കും ഉണ്ടാവുക. നമ്മൾ പച്ചക്കറി ആണെങ്കിലും ഇപ്പം വെണ്ട ഒക്കെ ആണെങ്കിലൊക്കെ ചെറിയ ഇത് കിട്ടും, അല്ലെങ്കിൽ വെള്ളരിയാണെങ്കിൽ ചെറുതായിരിക്കും, അല്ലെങ്കിൽ അതിലെന്ത് കുത്തുണ്ടാവും, പ്രാണിയുടെ ആക്രമണം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഇതിൽ പ്രാണിയുടെ ആക്രമണങ്ങൾ കുറവാണ്. നല്ല വലിപ്പമുള്ള കായ്കൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ നമ്മൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, വീഡിയോ കുറച്ചേ എടുത്ത് വെച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇനി തൊട്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന കൃഷി രീതികൾ, അതിലുള്ള വളങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചാനലിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ താല്പര്യമുള്ള ആളുകളൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ സമയത്ത് വലിയൊരു പ്ലാനിങ് ഇല്ലാതെയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെന്താ പറയുക, ഇതിൽ നോക്കി കാണാൻ പറ്റും, നമ്മളെ തെങ്ങിൻ തൈൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് വെള്ളരി കയറി, നന്നായിട്ട് നല്ല കാഴ കിട്ടി. പക്ഷേ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഇപ്പോൾ വെണ്ടേൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് മത്തൻ കാര്യങ്ങളെല്ലാം കയറിയിട്ട് വെണ്ടയിൽ നിന്ന് റിസൾട്ട് കിട്ടാതെ, തക്കാളി നട്ടിരുന്നു, തക്കാളിയിൽ അതുപോലെ തന്നെ ഈ മത്തൻ കാര്യങ്ങളെല്ലാം കയറിയിട്ട് അത് കിട്ടിയില്ല. അതുപോലെ കുറച്ച് കരിമ്പും ചെയ്തിരുന്നു. പക്ഷേ ഇതൊക്കെ എന്താ പറയുക, നമ്മൾ ഒരു വലിയൊരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ കൃഷി എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, കാരണം അവിടെ ഡെയിലി പോയിട്ട് നനയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, വീടിൻ്റെ കുറച്ച് ദൂരെയാണ്. പക്ഷേ അവിടെ നല്ല അടിപ്പൂലുള്ള മണ്ണിൻ്റെ അടിയിലേക്ക് നല്ല നനവുള്ള മണ്ണായതുകൊണ്ട് നമുക്ക് അധികം നനയ്ക്കേണ്ടിയോ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും കൂടുതൽ വെള്ളരി ആണെങ്കിലും മത്തനാണെങ്കിലും വെണ്ടയ്ക്ക ഒക്കെ നമുക്ക് കിട്ടി, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചുരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഒന്നുകൂടി നല്ല ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് വരുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ കുറേശ്ശെ കൃഷി ചെയ്തിരുന്നതല്ലാതെ ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങുകയാണ്. പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു വഴിയാണ് കൃഷി. അപ്പം നമ്മൾ വീണ്ടും പ്രകൃതിയുടെ താളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ കൂടിയാണ് കേട്ടോ കൃഷി അറിയുന്നത്. അപ്പോൾ പുതിയതായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്കും ഒക്കെ വന്ന് നമുക്കിവിടെ ഒരുമിച്ച് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.